ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദീപാസ് കിച്ചൺ. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിരിക്കുകയാണേ. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന കറി ഒരു ഫൂൽഗോപിയുടെ കറിയാണേ. ചപ്പാത്തിക്കും അപ്പത്തിനും എല്ലാം കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫൂൽഗോപി കറി. അതപ്പോൾ എങ്ങനെയാ നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ഈ വലിപ്പത്തിലുള്ള ഒരു ഫൂൽഗോപിയാണ് എടുത്തേക്കുന്നത്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. ഇതേപോലെയാണ് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം. ഇത് ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിളച്ച വെള്ളത്തിലിട്ട് കോരിയെടുക്കണം. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമ്മുടെ വെള്ളം ഒന്ന് തിളച്ച് കിട്ടണം. വെള്ളമെല്ലാം തിളച്ച് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഫൂൽഗോപി ചേർത്ത് കൊടുക്കുകയാണ്. ഗോപി ഇതേപോലെ കറി വെക്കാൻ തുടങ്ങുമ്പോഴേ നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്യണേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ പ്രാണികളും പുഴുവൊക്കെ ഉണ്ടാവുമെന്നേ. എനിക്ക് കുറേ പച്ചപ്പുഴുക്കളെയൊക്കെ കിട്ടും ഇടയ്ക്കിടയ്ക്ക് മേടിക്കുമ്പോൾ. ഇതിലത്ര ഇതായിട്ട് കിട്ടിയിട്ടില്ല. നമ്മളെപ്പോഴും ഫ്രഷ് നോക്കി മേടിക്കണേ. കടകളിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ഇതേപോലെ അവർ ചെയ്തു തരുമോ എന്ന് അറിയില്ല. എങ്കിൽ പോലും നമ്മൾ ഇതൊന്ന് ചെയ്യണേ. ഇതിപ്പോൾ തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കോരി മാറ്റാം നമുക്ക്. ഞാൻ തീയലൊക്കെ റെഡിയാക്കുന്ന ചട്ടിയാണ് ഇത്. ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ കടുക്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്ന 3 മീഡിയം സൈസ് ഒനിയൻ കട്ട് ചെയ്തതാണ്. നീളത്തിൽ കട്ട് ചെയ്ത 2 പച്ചമുളക്. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുക്കാം. ഇതൊന്ന് പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഒനിയനെല്ലാം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഒരു മീഡിയം സൈസ് ടൊമാറ്റോ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് നല്ലതുപോലെ വെന്ത് കിട്ടണം. ഇതൊന്ന് അടച്ചു വെച്ച് 5 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇപ്പൊ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്നു നോക്കാം. തക്കാളിയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മസാലയുടെ പച്ചമണം എല്ലാം മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളമെല്ലാം ഒന്ന് തിളച്ച് കിട്ടണം. ഒരു കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ഗോപിയെല്ലാം ഒന്ന് പകുതി ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. പകുതി ഫ്രൈ ചെയ്തെടുത്ത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോഴേ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ കറിക്ക് കിട്ടുന്നത്. ഒരുപാട് പേര് വീഡിയോ ലൈക്ക് ചെയ്യാതും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതിപ്പോൾ ഒരു മീഡിയം ഫ്രൈഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ കറിയിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. ഗ്രേവി ഒന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ഫൂൽഗോപി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്.
കറിയെല്ലാം ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഫ്രഷ് ആയിട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. ലാസ്റ്റിൽ കറിവേപ്പില ചേർക്കുമ്പോഴേ നല്ലൊരു ഫ്ലേവർ ആണെന്നേ നമ്മുടെ കറിക്ക്. ഹോട്ടലിൽ എല്ലാവരും മിക്കവാറും ചെയ്യുന്ന ലാസ്റ്റിലാണ് കറിവേപ്പില ചേർക്കുന്നത്. ഇത്രയും ഗ്രേവിയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇനിയും ഗ്രേവി കുറച്ച് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് ഗ്രേവി ആവശ്യമാണ്, അതുകൊണ്ടാണ് ഇതേ ഗ്രേവിയിൽ എടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് തേങ്ങാപ്പാലാണേ. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചൂടായി കിട്ടിയാൽ മതിയെ, തിളപ്പിക്കരുത്. കറി റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഫ്രണ്ട്സ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണേ. ചപ്പാത്തിക്കും അപ്പത്തിനും എല്ലാം കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണേ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.